നിൽക്കുക രാവിലെ തന്നെ മനുഷ്യന്മാരെ പിറാന്തി കളിക്കാനായിട്ട് ഒരു പഠിത്തക്കാരി ആർക്കെല്ലാം ഇപ്പൊ മക്കോ കലട്ടാന്നല്ല അയ്യപ്പൻ പത്രം അവിടെ നിന്ന് ജസ്റ്റ് വിക്കാളും രണ്ട് കോളേജ് വിദ്യാർത്ഥിനികൾ സീനിയർ വിദ്യാർത്ഥികളോടൊപ്പം ഒളിച്ചോടി. മോളെ അച്ചോ ഓ ഭാഗ്യം. അച്ഛ റിമോട്ടാണ് കാണോ ടിവിയിലെ റിമോട്ടാ എന്തായാലും വരാം. പിന്നെ അവിടെ അച്ഛൻ എല്ലാ സമയത്തും കുത്തിക്കൊണ്ടിരിക്കുന്നത് അതാ അതല്ലേ സംഭവം. അല്ല ഈ അച്ഛനെ എല്ലാ സമയത്തും പിടിച്ചോണ്ടിരിക്കുന്നത് ഞങ്ങൾക്കത് തോന്നിപ്പോയി. ന്യൂസ് സെവനിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഷംസുദ്ദീൻ കിഴക്കൽ. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ 2 വിദ്യാർത്ഥികൾ സീനിയർ വിദ്യാർത്ഥികളോടൊപ്പം ഒളിച്ചോടി. കുട്ടമ്പത്ത് സ്കൂളിൽ കൂട്ടാത്മഹത്യ. റാഗിംഗ് കേസ് ഇന്ന് പുനരന്വേഷണത്തിൽ. പ്രധാന വാർത്തകൾ വീണ്ടും ക്ഷമിക്കണം. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ 2 വിദ്യാർത്ഥിനികൾ സീനിയർ വിദ്യാർത്ഥികളോടൊപ്പം ഒളിച്ചോടിപ്പോയി. വാർത്തകൾ വീണ്ടും കേൾക്കുന്നതിന് വേണ്ടി നമ്മുടെ റിപ്പോർട്ടർ ഗവൺമെന്റ് കോളേജിൽ നിന്നുണ്ട്. റിപ്പോർട്ടർ പ്രശാന്ത്, അവിടെ എന്താണ് അവിടുത്തെ അവസ്ഥ? ഇവിടെ വാർത്തകൾക്ക് മാറ്റമൊന്നുമില്ല. ഇന്നലെയാണ് നാട്ടിൽ നടക്കിയ സംഭവം ഇവിടെ ഉണ്ടായത്. ആരും ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ഒരു സംഭവമായിരുന്നത്. വീട്ടുകാരുടെ കുറവ് മൂലമാണോ അധ്യാപകരുടെ കുറവ് മൂലമാണോ ആരുടെ കുറവ് മൂലമാണോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്ന് ആർക്കും മനസ്സിലാവില്ല. നാട്ടിലും വീട്ടിലും എല്ലാം തെരഞ്ഞിട്ടും ആരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നാട്ടിൽ നോക്കി ഈ സംഭവത്തിൽ വെറുതെ വീട്ടിൽ നിന്ന് പ്രിൻസിപ്പൾ അറിയിച്ചിട്ടുണ്ട്. ഇതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് കോളേജിലെ പ്രിൻസിപ്പൽ ശ്രീ രഘു സാർ നമ്മളോടൊപ്പം ലൈനിലുണ്ട്. അദ്ദേഹത്തോട് താങ്കൾക്ക് എന്താണ് ഇത്രയും ഈ നാടിനെ ഇത്രയും ദുരിതത്തിലാക്കിയ ഈ സംഭവത്തെ കുറിച്ച് പറയാനുള്ളത്? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതുപോലെ ഇങ്ങനെയൊരു സംഭവം തീർച്ചയായിട്ടും ഹലോ പ്രശാന്ത്, കുറച്ച് സംഭാഷണം കേൾക്കുന്നില്ല പ്രശാന്ത്. കുറച്ച് പറയാമോ പ്രശാന്ത്? ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഐ ജസ്റ്റ് വണ്ടർഡ് ബിക്കോസ് നമ്മുടെ പോലുള്ള ഒരു വെൽ റെപ്യൂട്ടഡ് കോളേജിൽ ഇങ്ങനെ ഒരു സംഭവം തീരെ പ്രതീക്ഷിക്കാൻ പറ്റാത്തതാണ്. ഇതൊരിക്കലും കോളേജിന്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് അല്ല, മറിച്ച് രക്ഷിതാക്കളുടെയോ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നുള്ള മിസ്റ്റേക്ക് തന്നെയാണ്. ഞങ്ങൾക്ക് അവരെ 6 മണിക്കൂർ പഠിപ്പിക്കേണ്ട ചുമതല മാത്രമേ ഉള്ളൂ, അല്ലാതെ 24 മണിക്കൂർ നോക്കിക്കൊണ്ടിരിക്കേണ്ട ചുമതല കോളേജിന് ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് രക്ഷിതാക്കളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണെന്നാണ്. അവർ വളർന്നു വന്ന സാഹചര്യമാണ് അവർ ഇത്തരത്തിൽ ഒളിച്ചോടാൻ കാണിച്ചത്. സ്കൂൾ മാനേജ്മെന്റ് എല്ലാം രക്ഷിതാക്കളാണ് നന്ദി പ്രശാന്ത്. മറ്റു വാർത്തകളിലേക്ക്. എന്താ വെച്ചാൽ ഇതൊക്കെ കേൾക്കുന്നത് അവിടെ ചെയ്യോ ഒന്നും പറയാൻ പറ്റില്ല. പിള്ളേരൊക്കെ കൂടിയിട്ട് എന്താ ചെയ്യാന്ന് പറയാതെ എങ്ങനെയാ? ഞാനൊന്ന് നമ്മളെ കാണാനായിട്ട പീടിക അവരൊന്ന് പോയിട്ട് വരാം. ശരി മോളെ, ഞാൻ ഒന്നിച്ചോണം. ഞാൻ വരുന്നു, ഒരു മിനിറ്റ്.